ഹേ ഗായ്സ്, ഇന്ന് ഞാനൊരു കഫേയിൽ പോയി. ഓണസ്റ്റ്ലി ഗായ്സ്, പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് കൊറിയോ ജപ്പാൻ അങ്ങണ്ടാണെന്ന്. പക്ഷെ അല്ല ഗായ്സ്, ഇത് നമ്മുടെ കെനിയയിലാണ്. റോബോട്ട്സ് കഫേയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റാകെ റോബോട്ട്സ് ആണ്. ഒരു മായാലോകം പോലെ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും ചിട്ടി റോബോയും ഒക്കെ കണ്ട് വളർന്നത് കൊണ്ടാണെന്നും അറിയത്തില്ല, ഈ റോബോട്ടിനെ കയ്യെത്തും ദൂരത്ത് കണ്ടപ്പോൾ ഒരു റൊമാൻറ്റിഫിക്കേഷൻ. ഇത്രയും വളർന്ന് പന്തലിച്ച എനിക്ക് ഇത്ര എക്സൈറ്റഡ് ആകാമെങ്കിൽ പിന്നെ കുട്ടികളുടെ എക്സൈറ്റ്മെൻറ്റ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇവിടെ ടോട്ടൽ 6 റോബോട്ട്സ് ആണ് ഉള്ളത് ഗൈസ്. ഓർഡർ എടുക്കുന്നതും ഫുഡ് കൊണ്ട് തരുന്നതും ടേബിളിൽ വന്ന് നിൽക്കുന്നതും എല്ലാ റോബോട്ട്സാണ്. എനിക്കൊരു കുഞ്ഞ് ഡൗട്ടുണ്ട്. എല്ലാ റോബോട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഈ കഫേ ഫുൾ ഓഫ് സ്റ്റാഫ്സ് ആണ്. അതെന്തിനാവും ഈ ഒരു കുഞ്ഞു കഫേയിൽ ഇത്രയേറെ സ്റ്റാഫ്സ് എന്ന് ആലോചിച്ചിട്ടൊരു എത്തുംപിടിയും കിട്ടുന്നില്ലടോ. യന്ത്രങ്ങളുടെ പ്രവർത്തനമൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട എന്ന മട്ടില് പുള്ളി പോകുന്ന പോക്ക് നോക്കിയേ. ഇവിടെ അതല്ല. ആർ ദ സ്റ്റാഫ് സൂപ്പർവൈസിംഗ് ദ റോബോട്ട് ഓർ ആർ ദ റോബോട്ട് സൂപ്പർവൈസിംഗ് ദ സ്റ്റാഫ്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. നിങ്ങളിത് കണ്ടോ, ഈ ടേബിളിലെ QR കോഡ്? ഇത് സ്കാൻ ചെയ്താൽ മെനു കിട്ടും. ലൈഫ് ഈസ് ടോട്ടലി ഡിഫറെന്റ് അല്ലേ? QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ മെനു കാർഡ് കിട്ടുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിവിടെ. എന്നാൽ മറുവശത്തോ ISSൽ 0 ഗ്രാവിറ്റിയിൽ ഫ്യൂച്ചർ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ എന്നോട് പറയാനുള്ളത് അമ്മാവി വെൽക്കം ടു 2026 എന്നല്ലേ? എനിവേ ഗൈസ്, ഇഫ് യു ആർ ഇൻ കെനിയ, ദിസ് പ്ലേസ് ഈസ് ഡെഫിനറ്റ്ലി വർത്ത് വിസിറ്റിംഗ്.